മഹാഗുരു ശരണം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാർച്ച് 3 രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യണത്. അപ്പോൾ രാവിലെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞതനുസരിച്ച് രണ്ട് പേര് പേര് തരാനുണ്ട്. ഒരാൾ ജിപേയിൽ ഡീറ്റെയിൽസ് അയച്ചു. 2 പേര്, ഒന്ന് ലാസ്റ്റ് നമ്പർ 7757, അത് ഫുള്ള് നമ്പറുണ്ട്. ജിപേ എമൗണ്ട് ഇതിനകത്ത് ഫുള്ള് നമ്പർ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആരാണ് വ്യക്തി എന്നറിയിക്കുക. പേരിൻ്റെ ആദ്യത്തെ 2 ആൽഫബറ്റ് SH എന്നാണ്, അടുത്തത് SREE, ശ്രീ എന്നാണ് പേര് തുടങ്ങുന്നത്. ഫോണിൻ്റെ അവസാനത്തെ 4 നമ്പർ 6012 ആണ്. ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് അറിയിക്കുക. കാര്യം ഇങ്ങനെയൊക്കെ എന്നെ ധർമ്മസങ്കടത്തിലാക്കിയാൽ പിന്നെ ഞാൻ ഇത് ജസ്റ്റ് വീഡിയോ മാത്രം ചെയ്ത് പോകണമെന്ന് വിചാരിക്കേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ഇങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ ഇത് ഞാൻ എയ്റോപ്ലെയിൻ മോഡിൽ ഇട്ടിട്ടാണ് സംസാരിക്കണം. 2 ഫോണുണ്ട്. ഒരു ഫോൺ ഞാൻ വിളിക്കാൻ ഉപയോഗിക്കുക. അതിലും ആരെങ്കിലും വിളിക്കാൻ നോക്കുമ്പോൾ വാട്സാപ്പിലും ഇതിലും ഇങ്ങനെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുക. ഇതിലും അത് തന്നെയാണ് അവസ്ഥ. എല്ലാവർക്കും ആവശ്യങ്ങളാണ്. പക്ഷേ ഞാൻ എന്ന ഒരു സിമ്പിൾ മനുഷ്യനാണ്. രാവിലെ ഒരു സ്റ്റാറ്റസ് ഇട്ടിരുന്നു 9:45. 999 മേൽ വാട്സാപ്പ് മെസ്സേജസ് ആണ് വന്ന് കിടക്കുന്നത്. ഇതാണ് ടെക്സ്റ്റ് മെസ്സേജ് കുറേ ഉണ്ട്. ഇത് നോക്കാനുള്ള സൗകര്യം എനിക്ക് ആ ഫോണൊന്ന് നോക്കാൻ പറ്റിയാലല്ലേ പറ്റുള്ളൂ. ഇത് കണ്ടിന്യൂസ് വാട്സാപ്പിലും ഇതിലും വിളിച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണ് ഈ തൽക്കാലത്തേക്ക് ഒരു 3-4 ദിവസത്തേക്ക് റെസ്റ്റ് എടുത്ത്, എന്താ പറഞ്ഞാൽ ഇതിൽ നിന്ന് മാറി നിന്നിട്ട് എനിക്ക് ഇന്ന് ഏതായാലും കൊച്ചിയിൽ പോകാനുണ്ട്. കൊച്ചിയിൽ കുറച്ച് ആൾക്കാരുണ്ട്, അഭ്യുദയകാംക്ഷികൾ. അവരിൽ നിന്നൊക്കെ കുറേ ഫീഡ്ബാക്ക് കിട്ടുന്നതാണ്. അവർ ബ്ലെസ്സിങ് മെഡിറ്റേഷനൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് പോകാം. നാളെ പറ്റിയെങ്കിൽ ഗുരുവായൂരപ്പനെ ഒന്ന് കാണാൻ പോകണം. അപ്പോൾ അങ്ങോട്ടും പോകാമെന്ന് വിചാരിച്ച് 2 ദിവസത്തേക്ക് ഈ കോളുകളൊന്നും വേണ്ട എന്നാണ് വിചാരിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ 2 ഫോണും റെസ്റ്റില്ല. 2 ഫോണിലും ഇങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുക. ആ വിളിക്കുന്ന വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ആവശ്യം, ഞാനൊരു ഫോട്ടോ പറഞ്ഞു. ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം. അപ്പോൾ ആരെങ്കിലും ഒരാൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾ 2 പേരും കൂടി സന്തോഷത്തോടെ ലാസ്റ്റ് എടുത്തൊരു ഫോട്ടോ അയക്കാൻ പറഞ്ഞാൽ ഫോട്ടോ അയക്കില്ല. പിന്നെയും പ്രശ്നങ്ങൾ പറയാൻ വിളിക്കുകയാണ്. എന്ത് ചെയ്യാനാണ്? ഇതൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല. ദയവ് ചെയ്ത് അതുപോലെ ആസ്ട്രോളജി പ്രൊഫഷണലി അറിയില്ല, മനസ്സിലായി. കുറച്ച് കാര്യങ്ങൾ, നവഗ്രഹങ്ങളുടെ പേരറിയാം, അതിൻ്റെ ഉച്ചസ്ഥാനം അറിയാം, സ്വക്ഷേത്രം അറിയാം, അങ്ങനത്തെ കുറച്ച് കാര്യം അറിയാമെന്ന് പറഞ്ഞ് ഞാൻ ജ്യോതിഷ പണ്ഡിതനൊന്നുമല്ല. എൻ്റെ ഗുരു ഭയങ്കര ജ്യോതിഷ പണ്ഡിതനായിരുന്നു, വിഷവൈദ്യനായിരുന്നു, വാസ്തുശാസ്ത്ര വിദഗ്ധനായിരുന്നു, പാരമ്പര്യ വിഷചികിത്സ, ആയുർവേദ ചികിത്സയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതൊന്നുമില്ല. അപ്പോൾ ചില അനുഗ്രഹങ്ങൾ കിട്ടി, ചിലരുടെ കാര്യം പറയാൻ പറ്റുന്നുള്ള ഒരു ഭാഗ്യമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന ഒരു ആൾ തെക്കൻ ജില്ലകളിൽ, ആലപ്പുഴ ജില്ലയാണ്. അദ്ദേഹം ഒരു 3 ആഴ്ച മുമ്പ് വിളിച്ചു. ഭയങ്കര ഒരിടത്ത് ജോലിയാണ്, ഭയങ്കര ബിസിനസ് കിട്ടണം ആ ജോലിക്ക്. ആ ഒരു ഏജൻറ്റ് പോലെയാണ്. അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇതാണ് പല ആൾക്കാരെ കണ്ടു, പ്രശ്നങ്ങളൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ എനർജി സെൻറ്റർ കണ്ടതുകൊണ്ട് എൻ്റെ ഗുരുക്കന്മാർ ഉപാസനാമൂർത്തികളായി ഒരു ഇൻഡ്യൂഷൻ തന്നുകൊണ്ട് അദ്ദേഹത്തിനോട് ആ എനർജി സെൻറ്ററിൻ്റെ കാര്യം തൽക്കാലം ഇതൊക്കെ ചെയ്യൂന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് സാറിന് ദക്ഷിണ തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ പിന്നെ 1-ാം തീയതി കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് ദക്ഷിണയുടെ കാര്യമൊന്നും വേണ്ട, ദക്ഷിണയല്ല ഇതേ ആവശ്യം, താങ്കൾ രക്ഷപ്പെടുക. താങ്കൾ ആ ദേവതകളെ, അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തും അല്ലാണ്ട് കുടുംബപരമായിട്ടുള്ള എനർജികളുണ്ട്, അവരെ പൂർണ്ണ വിശ്വാസത്തിൽ സറണ്ടർ ചെയ്തിട്ട് പോയാൽ രക്ഷപ്പെടും. ഒരാഴ്ച കുറച്ച് ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറയുക, ഞാൻ വേറൊരു ജ്യോതിഷനെ കൺസൾട്ട് ചെയ്തു. അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കും അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിലെ, അതിന് മുമ്പത്തെ ജന്മത്തിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് ഇന്ന അമ്പലങ്ങളിലൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണെങ്കിൽ സാമ്പത്തിക ഇഷ്ടം പോലെ ഉള്ള ആളുമാണ്, ഞാൻ പോസിറ്റീവായിട്ട് പറയാം. അപ്പോൾ അദ്ദേഹം അതിൽ പൂർണ്ണമായിട്ട് ഈ പ്രശ്നങ്ങളുണ്ടെന്ന് വിശ്വസിച്ചിരിക്കുക. അപ്പോൾ പറഞ്ഞു, ചേട്ടാ അങ്ങനെയാണെങ്കിൽ സഹോദരൻ എന്നാണ് പറഞ്ഞത്, എന്നെക്കാരും വളരെ പ്രായം കുറഞ്ഞതാണ്. സഹോദര ഒരു കാര്യം ചെയ്യും, തൽക്കാലം അത് തന്നെ ചെയ്യുക, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പ്രശ്നങ്ങളിൽ തന്നെ മുങ്ങി താണുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. രക്ഷപ്പെടണമെന്ന് പറഞ്ഞൊരു കച്ചിത്തുരുമ്പ് പിടിച്ചാൽ നമ്മുടെ പരദേവതകൾ, നമ്മുടെ പിതൃക്കന്മാർ, നമ്മളെ ഇഷ്ടപ്പെടുന്ന ദേവതകൾ നമ്മളെ രക്ഷപ്പെടുത്തും. നമ്മൾ ഇഷ്ടപ്പെടുന്നതല്ല. ഞാൻ ആ അയ്യപ്പൻ്റെ കാര്യം, ആ പയ്യൻ്റെ കാര്യം പറഞ്ഞു. നമ്മളെ ഇഷ്ടപ്പെടുന്ന ദേവതകളുണ്ട്. ചെറുപ്പകാലത്ത് നമ്മൾ അവിടെ ചെന്നൊരു പണിയടിക്കുകയോ അവിടെ ഒരു പൂ കൊടുത്തതിൻ്റെയോ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണിക്കണമെന്ന് ദൃഢനിശ്ചയെടുത്ത ദേവതകൾ നമ്മളെ രക്ഷപ്പെടുത്തും. പക്ഷേ അവർ രക്ഷപ്പെടുത്തും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്ക് വേണം. ഇതിൽ ഒരു എക്സ്പീരിയൻസ് കൂടി പറയാം. അപ്പോൾ ഞാൻ ആ എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്കും നോക്കി എന്നാണ് ആ കുടുംബം എന്നെ ആദ്യമായിട്ട് കോൺടാക്റ്റ് ചെയ്തത്.
23/11/2022 കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 2022 ഞാനൊരു കോഴ്സ് ചെയ്തിരുന്നു. അപ്പോൾ ആ കോഴ്സ് ചെയ്തിട്ട് അതിൽ വെച്ച് പരിചയപ്പെട്ട വ്യക്തി അവരുടെ ബന്ധുവാണ് ഈ കോൺടാക്റ്റ് ചെയ്തത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ തന്നെ ആ ബന്ധുവിൻ്റെ അവരുടെ വീട്ടിലെ ഒരു കുട്ടി വിദേശത്ത് ജോലി ഉണ്ടായിരുന്നു, പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിരുന്നു. വിദേശത്ത് ജോലി കഴിഞ്ഞ് വന്ന് കാര്യം കൊറോണയായി, പലരും വീടിൻ്റെ അകത്തുനിന്ന് പുറത്ത് പോകാണ്ട് വന്നപ്പോൾ പലരും ഇങ്ങനെ ആക്റ്റീവായിട്ടിരുന്ന ആൾ കംപ്ലീറ്റ് ഡിപ്രഷനിൽ പോയി. ഈ വ്യക്തിയും ഇത് തന്നെയായിരുന്നു സംഭവം. വന്ന് ഇത് പറഞ്ഞ് അപ്പോൾ ഈ വ്യക്തിയുടെ ഒരു ഫോട്ടോ എടുത്ത് അയക്കാമോ എന്ന് ചോദിച്ചു. ഫോട്ടോ എടുത്ത് അയക്കാൻ പറ്റുകയില്ല, അതൊന്നുമില്ല, ആൾ വരുന്നില്ല, താഴെ വരുന്നില്ല. ഇവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മാറുമ്പോഴത്തേക്കും ആ ആൾ എഴുന്നേൽക്കുന്നതിനൊരു സമയം ഒന്നുമില്ല. ഈ വ്യക്തി വന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ താഴോട്ട് വരികില്ല എന്നുള്ള വ്യക്തി പറഞ്ഞു. വളരെ ധർമ്മസങ്കടത്തോടെ രക്ഷകർത്താക്കൾ പറഞ്ഞു. അതൊരു എനർജിയാണ്, മനസ്സിലായി. ആ ഒരു പോസിറ്റീവ് അല്ലാത്ത നമ്മുടെ ലൈഫിൽ ഇപ്പോൾ പോസിറ്റീവ് അല്ലാത്ത എനർജി വർക്ക് ചെയ്യുകയാണ്. പക്ഷേ അതിനും സൊല്യൂഷൻ ഉണ്ട്. നോക്കിയപ്പോഴത്തേക്കും അതും ഈ കാലവും കടന്നു പോകുന്നുള്ള ആ ഒരു സൂചന കിട്ടി. അത് പറഞ്ഞെന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കാനേ പറ്റുകയില്ല, പഴയ ഏതെങ്കിലും ഫോട്ടോ അയക്കാൻ പറഞ്ഞു. പഴയ ഫോട്ടോ അയച്ച് സങ്കല്പം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പേര്, നാള്, ജാതകമൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ ഏത് ദശാകാലം എന്നൊക്കെ വെച്ചിട്ട് സങ്കല്പം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരോടും പറഞ്ഞ് നിങ്ങളും പ്രാർത്ഥിച്ചോളൂ, നിങ്ങളുടെ കുടുംബദേവത അതിൻ്റെയൊക്കെ സൂചനകൾ കിട്ടിയ കൺസൾട്ട് ചെയ്തു. അത് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം രാവിലെ ഫോൺ, സാറേ എന്താണ്, അല്ല ഇന്ന് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, 10 മണിയായപ്പോൾ. ഞാൻ ചോദിച്ചു എപ്പോഴാണ് സാധാരണ എഴുന്നേക്കണം? സാധാരണ എഴുന്നേക്കണം 12 മണിക്കാണ്. ഞാൻ പറഞ്ഞു അപ്പോൾ 12 മണിയായി. അല്ല ഇന്നലെ ഫോട്ടോ അയച്ചു തന്നെല്ലാം സാറിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ. ഞാൻ ഞെട്ടിപ്പോയി, മനസ്സിലായ കാര്യം. എത്രയോ വർഷങ്ങളായിട്ട് ആ കോവിഡ് കഴിഞ്ഞ് വന്നിട്ട് ഇതുപോലെയുള്ള ഒരാൾ ഒരു ഫോട്ടോ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിറ്റേ ദിവസം അദ്ദേഹം എഴുന്നേറ്റിട്ടില്ല എന്നുള്ള കംപ്ലൈൻറ്റാണ്. ഈ വ്യക്തി ഇതുവരെ ഞാൻ ഇവരെ കണ്ടിട്ടില്ല. അതാണ് രസം. ഈ വ്യക്തികളെ ഇതുവരെയും ഫോട്ടോയിൽ കണ്ടതല്ലാണ്ട് വ്യക്തികളെ കണ്ടിട്ടില്ല. വടക്കൻ ജില്ലകളിലുള്ളവരാണ്. ഞാൻ പറഞ്ഞ് ചേട്ടാ ഇത്രയും ഇതായിട്ട് ഒരു ഫോട്ടോ തന്നെന്ന് പറഞ്ഞ് മിറാക്കിളൊന്നും സംഭവിക്കില്ല, അതിനുള്ള സിദ്ധിയൊന്നുമില്ല. ഞാൻ വളരെ എളിയമായ ഒരാളാണ്. പക്ഷേ ഇതിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ പ്രാർത്ഥന, എൻ്റെ സങ്കല്പം, നിങ്ങളുടെ കുടുംബദേവതകളുടെ അനുഗ്രഹമാണ് വർക്ക് ചെയ്യണത്. അത് പൂർണ്ണ വിശ്വാസത്തിലെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഞാനും അതിന് സങ്കല്പം കൊടുക്കാം. ഞാൻ പ്രാർത്ഥനയൊന്നുമില്ല, സങ്കല്പമാണ്. ചിലർ പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ പ്രാർത്ഥിക്കണുണ്ട്. ഈ പ്രാർത്ഥിച്ചതിൻ്റെ യൂട്യൂബിലെ ഇതിലെല്ലാ ദിവസവും എല്ലാവർക്കും സങ്കല്പം ചെയ്ത് ഞാൻ സങ്കല്പം കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് എൻ്റെ പ്രാർത്ഥന. അത് ലൈവായിട്ട് ഇത് ചെയ്യുകയാണ്. ഓക്കെ. അല്ലാണ്ട് ഇപ്പോൾ ചിലർ മെസ്സേജ് ചെയ്യും പ്രാർത്ഥിക്കണമെന്ന്. ഓക്കെ ശരി, പ്രാർത്ഥിക്കാം. പക്ഷേ പ്രാർത്ഥനയിലല്ല, സങ്കല്പത്തിലാണ് അനുഭവങ്ങളെന്ന് ഫലം കിട്ടണമെന്ന് എൻ്റെ അനുഭവമുണ്ട്. പതുക്കെ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയ്ക്ക് ശ്രമിക്കാൻ പറഞ്ഞു, ലൈവ് ഫോട്ടോയ്ക്ക്. പിന്നെ ഒരു ദിവസം ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി വന്ന് ഇവരുടെ മുമ്പിൽ. അത് തന്നെ ഇവർക്ക് അത്ഭുതമായിട്ട്, മോനെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് ഫോട്ടോ ക്യാമറ എടുത്താൽ പറഞ്ഞു ഇല്ല ഞാൻ മുകളിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വരട്ടെ എന്ന് പറഞ്ഞ് പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് ഫോട്ടോ എടുത്ത്. എനിക്ക് തോന്നണം മാക്സിമം 2 വീക്സ് അല്ലെങ്കിൽ 1 മന്ത്, ഒരു മാസത്തിനുള്ളിൽ എടുത്തു എന്നാണ്. ഇവർക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു ഇനി ഒന്ന് കുടുംബക്ഷേത്രത്തിൽ പോകാൻ പറഞ്ഞു. അയ്യോ അതൊന്നും വരികയില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞു. നോക്ക്, ശ്രമിക്കും, നിങ്ങളാ ദേവതകളോട് പറയൂ ഇവനെ ഒന്ന് അവിടെ എത്തിക്കാൻ പറയാൻ പറഞ്ഞു. പിന്നെ അവിടെ എന്തോ ആചാരങ്ങളുള്ള കുടുംബക്ഷേത്രമാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വരാമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ ആൾ ജോലിക്ക് പല ശ്രമിച്ചു. ലാസ്റ്റ് അവർ മെസ്സേജ് അയക്കുന്നത് 2023 ഒക്ടോബറിലാണ്. അതും ഞാൻ നോക്കി. അപ്പോൾ മോൻ ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ വിവാഹമാണ്, ആയോ എന്നറിയില്ല. അതിന് ശേഷം കോണ്ടാക്റ്റ് ഒന്നുമില്ല. അപ്പോൾ പറഞ്ഞ് ഇനി സാർ എന്നാണ് ഈ ജില്ലയിലേക്ക് ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആ കോഴ്സ് പല ജില്ലകളിൽ ക്ലാസ് ഉണ്ടായി. ഞാൻ റിപ്പീറ്റേഷന് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ 2023 ശേഷം ആ കോഴ്സിൻ്റെ പോക്ക് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ നിർത്തി. ആ പറഞ്ഞ ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് മനസ്സിൽ വിചാരിച്ച് ആ എനർജിയെ നമസ്കരിച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ പലരെ സേവനം ചെയ്യുന്നു. ആ കോഴ്സ് ആ സ്ഥാപനമായിട്ടുള്ള ബന്ധം നിർത്തി. അപ്പോൾ ചോദിച്ചു എന്നാ വരുന്നത്? ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഞാൻ ആ കോഴ്സിനൊന്നും വരുന്നില്ല, അതുകൊണ്ട് വരുന്നില്ല, സാറിനുള്ള ദക്ഷിണ എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു അതൊക്കെ ഇരിക്കട്ടെ, സമാധാനം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അത് സംഭവിപ്പിക്കുന്നത് എനിക്ക് നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനെന്ന വ്യക്തി വെറും അശുവാണ് ഈ കാര്യത്തിൽ. എനർജിയാണ് വർക്ക് ചെയ്യണത്. ചിലർ പറയും എത്ര ദിവസം വേണം, എത്ര ദിവസത്തേക്ക് വേണമെന്ന് പറയും. എനർജിക്ക് ഒരു മനസ്സിലാക്കുക, പ്രപഞ്ചത്തിന് ടൈമില്ല, സമയം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല. പ്രപഞ്ചത്തിന് സംഖ്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല. പ്രപഞ്ചത്തിന് പ്രായഭേദങ്ങളില്ല. എപ്പോഴും മനസ്സിലാക്കാം. നമ്മുടെ ശരീരത്തിന് പ്രായഭേദമുണ്ട്. നമ്മുടെ ബോധത്തിൽ നമ്മളിപ്പോൾ ഭൂമിയിൽ ഇവിടെ ഞാനിപ്പോൾ എറണാകുളത്തിരുന്ന്
ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ എത്രയാണ് 10 മറ്റോ സമയമാണെന്ന് തോന്നുന്നു. ആ സമയം കാണിക്കും, ഇവിടെ പകലെന്ന് കാണിക്കും. പക്ഷേ എല്ലായിടത്തും ഈ ഭൂമിയിൽ തന്നെ ഇത് ഒന്നല്ല. അതുകൊണ്ട് ചിലർ പറയും 108 ജപിക്കണം, എത്ര ജപിക്കണമെന്ന് ചോദിക്കും. 108 ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തെങ്ങ് കാണും. ഒരു കല തേങ്ങ ഉണ്ടാകുമ്പോൾ ഈ തെങ്ങിൽ 10 12 അല്ലെങ്കിൽ ഒരു കല പഴം ഉണ്ടാകുമ്പോൾ ഇതൊന്നും ക്ലിപ്തമായ നമ്പറിലല്ലല്ല ഈ പ്രപഞ്ചം നമുക്ക് തരുന്നത്. അല്ലല്ല, നമ്മൾ ആ വിത്തിട്ടത് എന്താണ്, നമ്മൾ എങ്ങനെയാണോ അത് ശുശ്രൂഷിച്ചത് അതിൻ്റെതായ 100 മേനി വിളവിലാണ് പ്രപഞ്ചം തരുന്നത്. പ്രപഞ്ചം എല്ലാം 100 മേനി വിളവിലാണ് നമുക്ക് വിളവ് തരുന്നത്. അതിലെന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മളിട്ട വിത്തും നമ്മൾ ചെയ്ത ശുശ്രൂഷയുടെയും പാകപ്പിഴകളാണെന്ന് മനസ്സിലാക്കുക. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അപ്പോൾ ദയവ് ചെയ്ത് വേറെ ജ്യോതിഷ കൺസൾട്ടൻ്റ് ഉള്ളവർ, ആവശ്യമുള്ളവർ വേറെ ഇത് നോക്കുക. ഇപ്പോൾ അവാക് മീഡിയയിൽ ഒരു ജ്യോതിഷൻ, അദ്ദേഹം നല്ല രീതിയിൽ അതിൽ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എന്നോട് തന്നെ കോൺടാക്റ്റ് ചെയ്ത തൃശ്ശൂർ ജില്ലയിലുള്ളൊരു വ്യക്തി വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് വിളിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ശനിയുടെ പ്രോബ്ലമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാനില്ല, ശനിക്ക് ഉള്ള ഇത് ചെയ്യാൻ പറഞ്ഞു. എന്താണ്, എള്ളിട്ട പായസം, കൂട്ടുപായസം ഉണ്ടാക്കാൻ പറഞ്ഞ് അദ്ദേഹം ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞത്, പിറ്റേ ദിവസം വിളിച്ച് പറഞ്ഞത് ഇത് വെച്ചത് കാക്ക കഴിക്കുന്നില്ല. ഞാൻ പറഞ്ഞു കാക്ക കഴിച്ചില്ല എന്ന് നോക്കണ്ട, ശനീശ്വരൻ ഏറ്റിട്ടുണ്ട്. പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ഇതിൽ മാറ്റം വന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കുടുംബദേവതകൾ കുറച്ച് എന്ന് പറഞ്ഞാൽ അനുകൂലം അല്ലാത്ത രീതിയിൽ. അപ്പോൾ ചോദിച്ചപ്പോഴാണ് അവിടുത്തെ ഭരണക്കാർ ശരിയല്ലാത്ത കൊണ്ട് ഇവർ പോകുന്നില്ല. ഭരണക്കാർ ശരിയല്ല എന്ന് പറഞ്ഞ് കുടുംബദേവത എന്ത് ചെയ്ത്, അത് ഭരണക്കാർ കുറച്ച് കാർമ്മികം വാങ്ങിച്ചു വയ്ക്കാൻ അങ്ങനത്തെ പ്രവൃത്തികളുണ്ടാക്കുന്നത്. കുടുംബദേവത എന്ത് ചെയ്തു? അപ്പോൾ കണ്ടത് വെച്ച് പറഞ്ഞ് അങ്ങനെ ഭരണക്കാരെ വെച്ച് നിങ്ങൾ കുടുംബദേവത കാണുന്നില്ല എന്ന് പറയരുത്, പോയി തൊഴുക, അവരോട് പോയി തൊഴുക, ഇത് ചെയ്യുക. നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്ക അർപ്പിക്കുക. കുടുംബദേവതകളുമായിട്ടുള്ള ബന്ധം പോകുന്നില്ല, ഭരണക്കാർ വരും പോകും. പിന്നെ വേറൊരു പോയിൻ്റുണ്ട് ഇതിൽ. കാര്യം നമ്മളിടുന്ന പൈസ എന്തെങ്കിലും കാരണവശാൽ തിരിമറി നടത്തുകയോ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ കാർമ്മികം അവരെ ഏൽക്കുകയാണ്. എപ്പോഴും മനസ്സിലാക്കുക, നമ്മളൊരു കാർമ്മികം നമ്മുടെ ഒരു പ്രശ്നം തീർക്കാനായിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി നമസ്കരിക്കുമ്പോൾ അവിടെ ഇത് വാങ്ങിക്കാൻ വേറെ ആൾ സന്നിഹിതനായിരിക്കും. എന്തായിരിക്കും? ഇന്നലെ ഒരു അമ്പലത്തിൽ പോയപ്പോൾ ഒരു ഫാമിലി പറയുന്നത് കണ്ടു, മുമ്പിൽ ഇങ്ങനെ വടി പോലെ ഒരാൾ നിൽക്കുന്നു, ഞങ്ങൾക്ക് തൊഴാൻ പറ്റുന്നില്ല. വളരെ ഇടുങ്ങിയ ശ്രീകോവിലിന് മുമ്പിൽ ഇടുങ്ങിയ സ്ഥലമാണ് പറയുന്നുണ്ടായിരുന്നു. വേറൊരു പാർട്ടി ഒരു പ്രാവശ്യം പോയി പറയണ്ട, അവരിങ്ങനെ വിളക്ക് കാണിക്കുമ്പോൾ 3 പേര് അവിടെ നിന്ന് സംസാരിക്കുക, വെറുതെ സംസാരിക്കുക നടയിൽ നിന്ന്, അവരിത് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനൊന്നും പറയാൻ പോയില്ല. ഈ സമയത്ത് ആ ദേവതയെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളുടെ സങ്കല്പം കൊടുക്കുക. അപ്പോൾ ദേവത ഇത് ഏക്കണ്ടേ, ഇതെല്ലാം ദേവനെ ഏക്കല്ലേ, ഇത് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നമ്മളിങ്ങനെ വേസ്റ്റ് പ്ലാസ്റ്റിക്കോ അതും ഇതൊക്കെ ചെയ്ത് ആഴ്ചയിലൊരിക്കൽ ഗവൺമെൻറ് നിയോഗിച്ച ആൾക്കാർ വന്ന് ഇത് കൊണ്ടുപോകണ പോലെ നമ്മുടെ പ്രശ്നങ്ങൾ ഏക്കാനായിട്ട് ഇങ്ങനത്തെ കുറച്ച് കാർമ്മികം ചെയ്തിട്ട് കുറച്ച് ആൾക്കാർ വരും. മനസ്സിലായി? എപ്പോഴും മനസ്സിലാക്കുക. അതുപോലെ ഒരു പ്രാവശ്യം പലയിടത്ത് പോകുമ്പോഴും പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ചില അമ്പലങ്ങളിൽ ഗണപതി ഹോമം ചെയ്യുമ്പോൾ അട കിട്ടും, വെന്ത് കാണുകയല്ല. മനസ്സിലായി? അപ്പോൾ നമുക്ക് തോന്നും അയ്യോ വെന്ത് കാണുകയല്ല, വെന്തില്ലല്ലോ, ഇതെങ്ങനെയാണ് നീതിക്കണമെന്ന് വിചാരിക്കും. ഒന്നും വിചാരിക്കരുത്. അപ്പോൾ വിചാരിക്കണം ഓക്കെ ഇത് നമ്മുടെ ഇത് ഏറ്റു. കാര്യം എന്താ വെച്ചാൽ ഒരു പക്ഷേ ഈ ഉണ്ടാക്കുന്ന ആളായിരിക്കും ഈ കാർമ്മിക ഏറ്റിരിക്കണം പല കാര്യങ്ങളും. ഇപ്പോൾ ഗണപതി ഹോമത്തിൽ നോക്കുമ്പോൾ നെല്ലും കല്ലും എല്ലാം ഉള്ള പ്രസാദമായിരിക്കും വരുന്നത്. ശരിക്കും ചെയ്യാൻ പാടില്ല. അത് ചെയ്യുന്നത് ആ നൈവേദ്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ നൈവേദ്യ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നവർ ക്ലീൻ ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ കാർമ്മികമാണ്. കാര്യം ഒരു വിധത്തിലുള്ള അശുദ്ധിയുള്ളതും ദേവന് നേദിക്കാൻ പാടില്ല. പക്ഷേ പല ക്ഷേത്രങ്ങളിലും തരുന്ന ഇതിനകത്ത് നെല്ലും അതും ഇതുമൊക്കെ ഉണ്ട്. നെല്ല് ഉള്ള മലര് ഗണപതി ഹോമത്തിന് എടുക്കരുത്. കാര്യം അത് വൃത്തിയാക്കിയിട്ടില്ല എന്നുള്ളത്, അത് പേറ്റിയിട്ടില്ല എന്നുള്ളതാണ് അത് ചെയ്ത്. അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഇത് വളരെ സൂക്ഷിക്കണം. പൂക്കൾ ഇന്നൊരു പ്രസാദം കൊണ്ടുവന്നപ്പോഴത്തേക്കും അതിനകത്ത് അരളിപ്പൂ ഇരിക്കുന്നു. അരളിപ്പൂ എടുക്കരുതെന്ന് ഗവൺമെൻറ് തന്നെ ഓർഡറുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കാതെ എടുക്കുന്ന ആൾക്കാരാര്? ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു ശ്രീരാമക്ഷേത്രത്തിൽ പോയിരുന്നു. അവിടുത്തെ അവില് നേദ്യമുണ്ട്. അവിടെ ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. ഹനുമാൻ്റെ തൃപ്പൂണിത്തുറ ഭാഗത്ത് ഹനുമാൻ്റെ ക്ഷേത്രത്തിൻ്റെ ഇത് കൊണ്ടുവന്ന് അവില് കൊണ്ടുവന്ന് ഇത് ചെയ്തപ്പോഴത്തേക്കും അതിനകത്ത് ഒരു ഉണക്ക അരളിപ്പൂ ഇരിക്കുന്നു. അപ്പോൾ ഈ ഉണക്ക അരളിപ്പൂ എന്താണ് രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവില് പേറ്റിയിട്ടില്ല, പെറുക്കിയിട്ടില്ല. അപ്പോഴേ വിചാരിച്ചു ദൈവമേ എന്ത് പ്രാർത്ഥനയ്ക്കാണോ പോയത്, അതവിടെ ആരോ ജൂനിയർ മാൻഡ്രിക് എഫക്റ്റ് ഉണ്ടല്ലോ, സന്തോഷത്തോടെ ആരോ വാങ്ങിച്ചിട്ടുണ്ട്. എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് ഹിതകരമായിട്ടല്ലാത്ത കാര്യം നടക്കുന്നുണ്ട്. നമ്മൾ ദൈവന് സമർപ്പിക്കുക. ചിലപ്പോൾ ഏതെങ്കിലും കമ്മിറ്റിക്കാർ കാണും, കാശ് വാങ്ങിച്ചിട്ട് കണക്ക് തരികയില്ല. ഒരു പ്രാവശ്യം ചോദിക്കുക, ഇങ്ങനെയാണ് നിങ്ങൾ കണക്ക് തരുന്നില്ലല്ലോ, ഭഗവാന് മുമ്പിലാണ് ഇത് അവതരിപ്പിക്കേണ്ടത്. ഇപ്പോൾ ചിലയിടത്ത് എനിക്ക് തോന്നുന്നു ഗുരുവായൂർ അമ്പലത്തിലാണെന്ന് തോന്നുന്നു, ഓല വായന എന്നുണ്ട്. ഭഗവാന്റെ സമക്ഷം വൈകിട്ട് കണക്ക് കാണിക്കണം.
അതുപോലെ നമ്മൾ ഈ അമ്പലങ്ങളിൽ പോകുമ്പോൾ നമ്മളെ തല്ലുന്നവരുണ്ട്, തള്ളുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായ? അവിടെ നിൽക്കാൻ സമ്മതി. എന്നാൽ ഈ തള്ളുമ്പോൾ അമ്മയെ ദേവി എന്ന് പറഞ്ഞ് തള്ളുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നാരായണ ഇല്ല മാറിക്കുക എന്ന് പറഞ്ഞാണ് തള്ളണത്. അപ്പോൾ ഈ തള്ളുമ്പോൾ വിചാരിക്കുക സാധനം അങ്ങോട്ട് പോയിട്ടുണ്ട്, നമ്മുടെ കാർമ്മിക അവിടെ ഏറ്റിട്ടുണ്ട്. മഹാക്ഷേത്രങ്ങളിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ശബരിമലയിൽ നിൽക്കുന്ന പലരും, ചിലർ നന്നായിട്ട് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അത് പറയാം. ചിലർ വന്നിട്ട് തമിഴന്മാരെ അടിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അവരൊരടി കൊണ്ട് ഈ ചില യോഗികളുണ്ടെന്ന് അവധൂതന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർ വടി കൊണ്ട് തല്ലുന്ന ഒരാളുണ്ടെന്ന് ഒരു പ്രൊഫസർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കുറേ അവധൂതന്മാരെ പരിചയമുള്ള. അപ്പോൾ അദ്ദേഹം വടി കൊണ്ട് അടിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കാർമ്മികം പോയെന്നുള്ളതാണ്, മനസ്സിലായി? അപ്പോൾ അങ്ങനെ നമ്മളെ തള്ളി ചിലർ ഈ ചന്ദനത്തിരിയുടെ കൂടും കൊണ്ട് നിൽക്കണ കാണാം, ഇങ്ങനെ തട്ടാനായിട്ട് ശരീരത്തെ. കാര്യം കൊറോണ ആയതുകൊണ്ട് ഇത് പല ക്ഷേത്രങ്ങളിലും പലരും കണ്ടു കാണും. മനസ്സിലാക്കാൻ നമ്മുടെ കാർമ്മിക ഏക്കാനായിട്ട് ഭഗവാൻ നിർത്തിയിരിക്കണ ആൾക്കാരാണ്, മനസ്സിലായ? അതിൽ പരാതി പറയേണ്ട കാര്യമില്ല. അത് മനസ്സിലാക്കാം. ഇങ്ങോട്ട് കൊണ്ടുപോകാം, ബാൻഡ്രയൊക്കെ പറ്റി ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ നിൽപ്പുണ്ട്. എന്തെങ്കിലും നമ്മുടെ മനസ്സിന് ആ ഭഗവാനെ കാണുമ്പോൾ എന്തെങ്കിലും തടസ്സമായിട്ട് ആരെങ്കിലും അവിടെയുണ്ടോ? നമ്മുടെ കാർമ്മികം അവിടെ ഏറ്റു. ഭഗവാൻ പറയുകയാണ്, ഇവനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, നീ സന്തോഷത്തോടെ വീട്ടിൽ പൊക്കോ, ലാൽ സലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക സുഭിക്ഷമായിരിക്കും, സുഖകരമായിരിക്കും കാര്യങ്ങൾ കേട്ടോ. ദൈവം എന്ന് പറയുന്ന ശക്തി ഭയങ്കരമാണ്. ചിലർ ചോദിക്കും ഏത് സമയം വേണം. ഇപ്പോൾ ദുബായിൽ അവിടെ ഇവിടെ ഉള്ളവരൊക്കെ വിളിക്കുമ്പോൾ ദൈവം എന്ന് പറയുന്ന ശക്തി, ഈ ദൈവം 24 മണിക്കൂറാണ്. നമുക്കാണ് പൂജ ചെയ്യുന്നവരല്ല, അമ്പലത്തിലുള്ളവർക്കൊക്കെയാണ് റെസ്റ്റ് വേണ്ടത്, മനസ്സിലായ? ദൈവത്തിന് റെസ്റ്റ് വേണ്ട. ഇപ്പോൾ തിരുപ്പതി അമ്പലത്തിൽ രാത്രിയിൽ 15-20 മിനിറ്റ് നേരത്തേക്ക് ക്ലീൻ ചെയ്യാനാണ് നടക്കണത്. 23.5 മണിക്കൂർ നേരം വർക്ക് ചെയ്യുന്നൊരു ദർശനം നൽകുന്ന അമ്പലം, അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ളൊരു അമ്പലമാണ് തിരുപ്പതി അമ്പലം. ഭൂലോക വൈകുണ്ഠം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വേണ്ടത് ആ ക്ഷേത്രത്തിൽ സേവനമനുഷ്ഠിക്കുന്നവരുടെ സമയ സൗകര്യം കണക്കിലെടുത്താൽ, ദേവന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഭക്തജനങ്ങൾ പുറത്ത് ക്യൂ നിൽക്കുന്നുണ്ട്. ആ ക്യൂ നിന്നിട്ട് അവരവരുടെ കാർമ്മികം തീർക്കുന്നു. ഇപ്പോൾ ഏതോ കേന്ദ്രത്തിലെ പണ്ട് ഒരു മന്ത്രിയായിരുന്ന ആൾ, മന്ത്രി സ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ കേരളത്തിലെ ഒരു പ്രശസ്തമായ ക്ഷേത്രത്തിൽ ക്യൂ നിന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഞാനൊരു പേപ്പറിൽ വായിച്ചതാണ്. ആ മന്ത്രിയുടെ പേരോ പറയുന്നില്ല. ഞാൻ കൺഫ്യൂസ് ആയതുകൊണ്ടല്ല, എനിക്ക് പേരും മന്ത്രി ആരാണെന്ന് അറിയാം, പക്ഷേ ഞാൻ ആ പേര് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിട്ട് ക്ഷേത്ര ഭരണാധികാരികൾ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാനൊരു സാധാരണ ഭക്തനായിട്ടാണ് ദേവനെ കാണാൻ വന്നിരിക്കുന്നത്, ഞാൻ സാധാരണ ഭക്തനായിട്ട് പോകാമെന്ന് പറഞ്ഞു. അതാണ് ഭക്തി, മനസ്സിലായി? പക്ഷേ ഒരാളൊരു സ്ഥാനത്തിരുന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനൊരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിൽ അദ്ദേഹം ആ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ദേവനെ കാണേണ്ടത് ചെയ്തിട്ട് തിരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ കാര്യം, കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കയ്യൊപ്പിടേണ്ട ആളായിരിക്കും. അപ്പോൾ അദ്ദേഹം അതൊക്കെ കൈയ്യട്ടണം. പക്ഷേ ഈ വ്യക്തി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കാർമ്മികം പോകാനായിട്ട് ഭക്തജനങ്ങളുടെ കൂടെ സാധാരണ മനുഷ്യനായിട്ട് പോയിട്ട് ദർശനം നടത്തിയതായിട്ട് പേപ്പറിൽ വന്നതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-15 വർഷങ്ങളായി കാണും. പിന്നെ വേറെന്ന് പറയാം, ഇന്നലെ ഞാനൊരു വ്യക്തി വിളിച്ചിരുന്നു. അദ്ദേഹം ഒരു സമാധി സ്ഥാനത്ത് നിന്നാണ്, അതിൻ്റെ അടുത്ത് നിന്നാണ് വിളിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പലരും പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചു. ആരും യൂട്യൂബിൽ തന്നത് കണ്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ മൈൻഡ് പവർ ക്ലാസ്സിന് ആദ്യം ഈ ഫോട്ടോ കാണിച്ചിരുന്നു, ഈ യോഗിയുടെ ഫോട്ടോ കാണിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ കുണ്ടലിനി ദീക്ഷ, അങ്ങനെ നാദം കെട്ടുന്ന ആ ദീക്ഷയ്ക്ക് പോയപ്പോഴത്തേക്കും അപ്പോഴും ഈ ഷിർദി സായിബാബയുടെയും ഈ യോഗിയുടെയും, അദ്ദേഹമാണ് മഹാനായ ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗി, അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ കുറേയധികം ആൾക്കാർ കറക്റ്റായിട്ട് വാട്സാപ്പിൽ പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ അവരൊക്കെ ആ എനർജി ആയിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. കാര്യം കറക്റ്റായിട്ട് ഞാൻ, എത്രയോ യോഗികളുണ്ട്, എത്രയോ സമാധി സ്ഥലങ്ങളുണ്ട് അല്ലേ. പക്ഷേ അത് ഞാൻ മനസ്സിൽ വിചാരിച്ച, എൻ്റെ മനസ്സിൽ ആ എനർജി ലിങ്കായ ആളുടെ പേര് കറക്റ്റായിട്ട് പറഞ്ഞപ്പോൾ ആ മറുപടി തന്നവർ വിചാരിക്കുക നിങ്ങൾ ആ എനർജി ആയിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്, ആ പ്രപഞ്ചം കാത്തു രക്ഷിക്കുന്നു നമ്മളെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സോറി, 19 മിനിറ്റ് ആവുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.